അപ്പോൾ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് പ്ലേറ്റ് നിറച്ചും ഇരിക്കുന്ന ഈ ഒരു ഐറ്റംസ് ഇതുണ്ടാക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ബാക്കി വന്ന പൊറോട്ട വെച്ചിട്ട് നമുക്ക് നിഷ്പ്രയാസം തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഒന്നും വേണ്ട. ബാക്കി വന്ന പൊറോട്ട നമ്മൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഈ പൊറോട്ട ഞാൻ രാത്രിയിൽ വാങ്ങിച്ചതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കാൻ നല്ല എളുപ്പമായിരുന്നു. അപ്പോൾ അരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു സ്റ്റീമറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കണം കേട്ടോ. അത് ആവിയായി വരുന്ന സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് സവാള വഴറ്റിയെടുക്കണം. അപ്പോൾ പച്ചമുളകും സവാളയും ചെറിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ചീനച്ചട്ടി വെച്ചിട്ട് ചട്ടി നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുന്ന സമയം കൊണ്ട് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. പെരുംജീരകത്തിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കുറച്ച് ജീരകം കൂടെ ചേർത്താൽ നന്നായിരിക്കും. ഞാൻ ഇവിടെ ചേർക്കണില്ല, കാരണം എൻ്റെ മോൾക്ക് അത്ര ഇഷ്ടമില്ല ജീരകം ചേർത്ത് കഴിഞ്ഞാൽ. അപ്പോൾ കടുകും നന്നായിട്ട് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള പച്ചമുളകും ഇട്ട് കൊടുക്കുക. കൂടെ കുറച്ച് കറിവേപ്പില നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അപ്പോഴേക്കും നമ്മുടെ പൊറോട്ട ഒക്കെ നല്ല ആവിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പൊറോട്ട ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല പൊടി ചൂടായി വന്നതിന് ശേഷം ഒരു 2 മുട്ട പൊട്ടിച്ച് വെച്ചതും കൂടെ ചേർത്തിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് വാങ്ങി വെക്കുക. പിന്നെ ചൂടോടെ തന്നെ കുറച്ച് മല്ലിയിലും കൂടെ ഇട്ട് കൊടുത്താൽ നല്ല മണം ഉണ്ടാകും, നല്ല ഒരു അടിപൊളി ടേസ്റ്റ് ആവും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ ഇനി വീട്ടിൽ പൊറോട്ട ഒന്നും ബാക്കിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും പെട്ടെന്ന് കളയാനൊന്നും നിൽക്കണ്ട കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പൊറോട്ട വെച്ചിട്ട് മാത്രമല്ല കേട്ടോ, വീട്ടിൽ നമ്മൾ ചപ്പാത്തി ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. പിന്നെ മസാലയുടെ ഒക്കെ ടേസ്റ്റ് വേണമെന്നുള്ളവർക്ക് കുറച്ച് മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ അതിനേക്കാളൊക്കെ നല്ല കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ലതായിട്ട് തോന്നുന്നത് നമ്മൾ മസാല ഒന്നും ചേർക്കാണ്ട് ഇതേപോലെ തയ്യാറാക്കുന്നതാണ് കേട്ടോ. കൂടെ സോസും കൂടെ കഴിക്കുകയാണെങ്കിൽ അപ്പോഴും നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക്